ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ അടുത്ത പോഡ്കാസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് ടെക് ട്രാവലീറ്റ് കേരള സംരക്ഷണ യാത്ര അല്ലേ? കേരള സംരക്ഷണ യാത്ര അങ്ങനല്ലേ ഓരോ രാഷ്ട്രീയക്കാര് കേരള യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സോറി, രാഷ്ട്രീയക്കാര് വേണ്ട, നമുക്ക് TV ചാനലുകൾ ഇപ്പൊ റിപ്പോർട്ടർ ബസ്സാണോ? ഏത് വണ്ടിയാ ബസ്? മാതൃഭൂമി വലിയൊരു KSRTC ബസ് റെന്റിന് എടുത്തിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ടർ ചാനൽ, ബിഗ് TV, ഇവരൊക്കെ ബസ്സും പിന്നെ പല കാറുകളും പല വണ്ടികളൊക്കെ എടുത്ത് ബ്രാൻഡ് ചെയ്ത് കേരള യാത്ര ജന നേതാക്കളെ കാണാൻ വേണ്ടിയുള്ള കേരള യാത്ര നടത്തുമ്പോൾ സുജിത്ത് ഭക്തൻ ഇവിടെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മൾ കേരളമെമ്പാടുമുള്ള മണ്ഡലങ്ങളിലെ നമ്മളെ വിളിച്ച് പോഡ്കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേതാക്കളുടെ സമീപത്തേക്കുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ, അല്ലേ? അങ്ങനെ നമ്മൾ ഒരു സെറ്റ് യാത്ര കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ അടുത്ത സെറ്റ് യാത്രയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ പാല എന്ന് പറഞ്ഞ മണ്ഡലത്തിലേക്കാണ്. പാലയിൽ നമ്മളെ ജോസ് കെ മാണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങളാർക്കും അറിയാം, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജോസ് കെ മാണി. നമ്മുടെ സ്വന്തം മാണി സാറിന്റെ മകൻ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. രാത്രി 9 മണിക്കാണ് നമുക്ക് ഷൂട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഞങ്ങളിപ്പോൾ എറണാകുളത്തുനിന്ന് നമ്മൾ പോകുന്നു. ഒപ്പം നമ്മുടെ മിസ്റ്റർ അനുഷ് ഭട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം സുധീഷും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിന്നെ ടെക് ട്രാവലേറ്റിന്റെ എല്ലാമായ ശ്വേത ഭക്തൻ, അല്ലേ? ഓൾ ഇൻ ഓൾ എല്ലാമായ ശ്വേത ഭക്തനും. സോ നമ്മൾ പോകുന്നു പാലയിലേക്ക്. ഇന്ന് നമ്മുടെ പരിപാടി പറയുന്നത് ഫുൾ ഓട്ടമാണ്. പിന്നെ പാല, മല്ലപ്പള്ളി, പിന്നെ അവിടുന്ന് ആറന്മുള, അവിടുന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എവിടേക്കാണ് പോകുന്നത്. നമ്മൾ ഫുൾ ഓട്ടമാണ്. തൃത്താല വരെ നമ്മൾ പോകും. ഇങ്ങനെ നമ്മൾ പാല എത്തിയിരിക്കുകയാണ്. പാലയിൽ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മാണി സാറിന്റെ വീട്ടിലേക്ക്. ഇത് എത്ര നാള് പുറത്തിരുന്നാൽ ചീത്തയാവില്ല. ഓക്കെ, സ്വീറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും സന്തോഷം. ഞാൻ സാറുമായിട്ട് കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചു, 2 മണിക്കൂറോളം സംസാരിച്ചു. നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കണ്ടു കാണാം. ഇറ്റ് വാസ് വണ്ടർഫുൾ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ശരിക്കും സാറിന്റെ മോൻ ഇവിടെ ഉണ്ട്. കൊച്ചുമണി അല്ലേ? കുഞ്ഞുമണി. ശരിക്കും നിങ്ങൾക്കല്ലേ കുഞ്ഞുമണി? കുഞ്ഞുമണി അപ്പനെ വിളിച്ചോണ്ട് അച്ചാച്ചനെ grandfather, great grandfather is my grandfather also Mani. Okay. So അതുകൊണ്ടാണ് അച്ചാച്ചനെ വിളിച്ചത് കുഞ്ഞുമണി. അപ്പൊ ആ പേരെടുത്ത് ഇവരെടുത്തു. കുഞ്ഞുമണി നമ്മള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ TV കണ്ടായിരുന്നു. എന്തായാലും ഭാവി ഒരു നേതാവായിട്ടൊക്കെ വരട്ടെ. നല്ലൊരു മനുഷ്യനായി വരട്ടെ. എന്തായാലും താങ്ക് യു. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. Nisha. Hello. Hi, Shweta. Welcome to Pala. Thank you. I like the way you put your bindi in between the eyebrows. അല്ല, അത് കാണുന്നുണ്ട്. ഗൈസ്, ഞങ്ങള് ജോസ് കെ മാണി സാറുമായിട്ടുള്ള പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഒരു ഡിന്നർ കഴിച്ചു. ഇറ്റ് വാസ് എ റിയലി നൈസ് ഡിന്നർ അല്ലേ? ആൻഡ് ദ വേ ദേ ട്രീറ്റഡ് us വാസ് റിയലി നൈസ്. ഞങ്ങൾ മനോഹരമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് മാമായിട്ടിരുന്ന് കുറേ നേരം കത്തിയടിച്ചു. നിഷ അല്ലേ? നിഷ മാം. മാമിന് കുറേ കഥകൾ വേറെ പറയാനുണ്ട്. അതായത് ഇതൊന്നും ബന്ധമല്ലാത്ത വേറെ തന്നെ ശരിക്കും ഒരു സോളോ ട്രിപ്പൊക്കെ പോകുന്ന ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി അല്ലേ? അതായത് അത് വേറെ തന്നെ ഒരു വ്യക്തിത്വമാണ്. സോ എപ്പോഴെങ്കിലും ഒരു ദിവസം പോഡ്കാസ്റ്റ് കിട്ടും എന്ന് വിചാരിക്കുന്നു. യു ഗോട്ട് എ നമ്പർ, റൈറ്റ്? യെസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരമായിട്ട് നിങ്ങൾ വിചാരിച്ച് കാണും, വേർ ഇസ് ഋഷി? യെസ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് നൈറ്റ് വിത്തൗട്ട് ഋഷി ആഫ്റ്റർ ഋഷി ഹാസ് ബോൺ, അല്ലേ? 5 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനും സുജിത്തും ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കുന്നത്. ഋഷി ഇല്ലാതെ. യെസ്, വി മിസ് യു ഋഷി. ഞങ്ങൾ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഋഷി വീട്ടിലാണ്, അമ്മയുടെ അപ്പൻ്റെ ഒപ്പം ഉണ്ട്. ഈ സ്ലീപ്പിംഗ് ഡെയർ. ആദ്യമായിട്ടാണ് ഋഷി ഇല്ലാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നത്.
അത് ഭയങ്കരമാണ്. യെസ്, ഞങ്ങളിപ്പോൾ ആക്ച്വലി സങ്കടമാണ് ഗൈസ്. ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഞങ്ങളിപ്പോൾ ആക്ച്വലി മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. സോ ഇവിടെ നമുക്ക് രാവിലെ 7 മണിക്ക് ഷൂട്ട് ഉണ്ട്. ഇപ്പോൾ സമയം രാത്രി 1:30 സോ വി ആർ ഗോണ സ്ലീപ്പ്. ഗുഡ് നൈറ്റ്. ആ ഒരു കാലഘട്ടം 2010-12 കാലഘട്ടം വരെ റിസൾട്ട് എനിക്ക് ആ ഒരു വെബ്സൈറ്റുകൾ വഴി കിട്ടി. ഇന്നും നമുക്ക് തിരുവല്ല ബാംഗ്ലൂർ ബസ്സുണ്ട് അല്ലേ? ആശുപത്രികൾ നല്ല കെട്ടിടങ്ങളായി, പക്ഷെ ആശയം വെച്ചത് കേരളത്തിൽ. നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം മണ്ഡലം, ഞങ്ങള് പത്തനംതിട്ടക്കാരുടെ കോഴഞ്ചേരിക്കാരുടെ സ്വന്തം ആറന്മുള മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ BJP-യിൽ മിസ്റ്റർ കുമ്മനം, നമ്മുടെ കോൺഗ്രസിൽ അബിൻ വർക്കി, ആൻഡ് നമ്മുടെ LDF-ല് നമ്മുടെ സ്വന്തം വീണ ജോർജ്, എക്സിസ്റ്റിംഗ് MLA ആൻഡ് നമ്മുടെ ആരോഗ്യമന്ത്രി. അപ്പൊ ഇവര് 3 പേരാണ് നമ്മളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 5 വോട്ട്. നിനക്കൊണ്ടോ വോട്ട്? 5 വോട്ട് ഞങ്ങളുടെ വീട്ടിൽ 5 വോട്ട്. കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ വോട്ട് ചെയ്തു. നമ്മുടെ കോഴഞ്ചേരി പാലം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടല്ലേ മുമ്പില്. അപ്പൊ അതെന്താ അവസ്ഥ നോക്കാം. അവിടെ മാരാമൺ ഭാഗത്ത് ഞാനിപ്പോ പോയി നോക്കുകയാണ്. പാലം തുറന്നിട്ടില്ല കഴിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ, തുറന്നില്ല. ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്താ പുതിയ പാലത്തിൽ കൂടെ പോവാന്നൊക്കെ കരുതി വന്നതാണ്. നടക്കൂല അല്ലേ? അപ്രോച്ച് റോഡ് പണി കഴിഞ്ഞു. ശരിക്കും ഈ ഒരു പണി തീരുന്ന എന്താ പറയാ, ഈ ഒരു സംഭവം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് തീർക്കായിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ആ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. എവിടുന്നോ വന്നെന്ന് ആ സെൻസർ ഡാമേജ് ആയതാ. അതായത് സെൻസർ ഡാമേജ് ആയിട്ട് അതിന്റെ സൗണ്ടാണ്. ഡാമേജ് അല്ല ആക്ച്വലി. അത് തന്നെ. അങ്ങനെ വണ്ടി റിപ്പയർ ചെയ്ത് നമ്മള് പുതിയ പഴയ പാലത്തിലൂടെ പോവാണ് കേസ്. പഴയ പാലം അപ്പുറത്തെപ്പോഴും നമ്മളെ നോക്കി തിരിച്ചോണ്ടിരിക്കുകയാണ്. അയ്യേ, നിങ്ങൾ ഇപ്പോഴും ഇതല്ലേ യൂസ് ചെയ്തത്? ഗൈസ്, നമ്മളിവിടെ കൊല്ലം എത്തി. കൊല്ലത്ത് നമ്മൾ മീൻ ബൈ ഷെഫ് പിള്ള എന്ന് പറഞ്ഞ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ ആ സമീപത്തൊരു ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ പോലത്തെ ഒരു വലിയൊരു ഹോളുണ്ട്. കേട്ടില്ല എനിക്ക്, വലിയൊരു ഹാള്. ആ ഹോളിലാണ് നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവരെ നമ്മുടെ സെറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ PC വിഷ്ണുനാഥിനെ പറ്റിയുള്ള റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്വേതയുടെ വേറെ എന്തോ പരിപാടികളിലാണ്. പിന്നെ ഞാൻ ഡ്രസ്സും മാറി. എനിക്ക് ഈ ജീൻസും ടീഷർട്ടൊന്നും ഇട്ടിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നിൽക്കിട്ടിട്ടാണ് വന്നപ്പോൾ വീണ്ടും നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച്. സംസാരിച്ചിട്ടുണ്ട്. ആദർശമായിട്ട് നമ്മൾ പിന്നെ തിരക്കായി പോയി. നിങ്ങൾ കാണുന്നുണ്ട് നമ്മള്. നമസ്കാരം. ആരെയും പിന്നെ കാണാറുണ്ട്. കിട്ടുന്ന ഒരു പ്രത്യേക. ഞാൻ 93-ലാണ് ശാസ്താംകോട്ട കോളേജിൽ. അന്ന് മുതലേ നമ്മുടെ ഇവിടെ കാണുന്ന ഷാഫി ഐബി എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കളിക്കൊന്ന് ശരിക്കൊന്ന് പോകട്ടെ. ഞങ്ങള് MLA-നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ തിരക്കുകൾ കാരണം ഭക്ഷണം കഴിക്കാൻ ഷപ്പിള്ളയുടെ ഭക്ഷണം മിസ് ചെയ്ത് പോവാന്ന് പറയുമ്പോഴത്തേക്കിനും അല്ലേ, നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ആദ്യമായി കഴിക്കാൻ പോകുന്നത് നമ്മുടെ സംഭാരം കടുമാങ്ങ പാനിപ്പൂരി കഴിച്ചു. ഇത് ഭയങ്കര വലിയ റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. ശരിക്കും റാവിസ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് ഈ സാധനം വരുന്നത്. അങ്ങനല്ല, അത് ഒഴുകിയിട്ട് കാണിക്കും. ഇതെങ്ങനെ ഒഴിക്കണ്ടേ? ഞാൻ അങ്ങേരോടാ പറഞ്ഞു. ശ്വേത ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. എന്താ എന്റെ പേര്? ജലദർശിനിയോ? ജലദർശിനി സൺറൈസ്. പ്രിയദർശിനി എന്ന് കേട്ടിട്ടുണ്ട്. ജലദർശിനി. ഇത് മറ്റേ നെല്ലിക്കത്തളം, സോറി അല്ല, നെല്ലിക്ക കാന്താരി. നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നെല്ലിക്ക കാന്താരി എന്തോ ഒരു ഡ്രിങ്ക് ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേരിനോട് നീതി പുലർത്തിയത്. ഇത് ചിക്കൻ കറി, വെജിറ്റേറിയൻ,
ഞാൻ മാത്രമാണ് ഫിഷ് പറഞ്ഞത്. നോക്കി, ഇത് ഫിഷ് തവ ഫ്രൈ, കാളാഞ്ചി. ഇവരൊക്കെ പച്ചക്കറിയാണ് കഴിച്ചത്. ചോറും പിന്നെ കറികളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീൻ ബൈ ഷെപ്ല ഇവിടെയായിരുന്നു നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത്. ഇത് ആ കാണുന്ന പാലത്തിൽ കൂടെ അല്ലേ നമ്മൾ പോകുന്നത്? അല്ലേ അല്ലേടി? നമ്മുടെ കായൽ തീരത്തുള്ള മീൻ ബൈ ഷെപ്ലയിൽ നിന്നും നമ്മൾ ഷൂട്ടും ഫുഡ് കഴിപ്പും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളിനി വി ആർ ഗോയിങ് ബാക്ക് ടു പത്തനംതിട്ട, കോഴഞ്ചേരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കോഴഞ്ചേരിയിലാണ്. ഇന്ന് രാത്രി കുറച്ച് പരിപാടി, ഇന്ന് ഫ്രീ ആണ്. നാളെ രാവിലെ 7 മണിക്കാണ് നമുക്ക് കുമ്മനം ആയിട്ടുള്ള ഷൂട്ട് എന്ന് പറയുന്നത് ആറന്മുള വെച്ചിട്ട്. ഇങ്ങോട്ട് വരാൻ നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന 2 ആൾക്കാർ ഇപ്പൊ മുമ്പിൽ ഇരിപ്പുണ്ട്. അൻഷന്താ, സുധീഷ് ഉറങ്ങാതെ നോക്കേണ്ടത് അൻഷന്തിന്റെ ജോലിയാണേ. സുധീഷ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ഒരു ഷാർജ ഷേക്ക് ഒക്കെ കഴിച്ച് ഫുള്ള് സെറ്റായിരിക്കുകയാണ്. സുധീഷേ, എന്താണേലും നല്ല ഫുഡെല്ലാം കഴിച്ച് സുധീഷ് നല്ല കിണ്ടിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ആറന്മുള എത്തിയിരിക്കുകയാണ്. ആറന്മുള ഇത് നമ്മുടെ മാലക്കരയത്ത് ഹോം സ്റ്റേ. ഈ പൂ രാവിലെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മണം. അപ്പോൾ നമ്മൾ അടുത്ത ഷൂട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ കുമ്മനം രാജശേഖരൻ, അതായത് നമ്മുടെ രാജേട്ടൻ എന്ന് വിളിക്കുന്ന രാജേട്ടൻ്റെ ഷൂട്ട് നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ സ്ഥലം പ്രത്യേകിച്ച് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്നൊരു 4 കിലോമീറ്റർ മാത്രം മാറി ആറന്മുളയിലുള്ള ഒരു സ്ഥലമാണിത്. സോ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെയും ശ്വേതയുടെയും സീമന്തകം നടന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ആ ദിവസം ഇവിടെ വെച്ചായിരുന്നു ഗൈസ്. അയ്യോ ഒന്നും പറയണ്ട. ഓക്കെ, അപ്പോൾ ഇതുണ്ടല്ലേ പ്ലാവിൽ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വേണേ ചക്ക വേരയിലും കഴിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ചക്കയൊക്കെ ഇങ്ങനെ താഴെ അതേണ്ട വേരയിൽ കണ്ട് വേരയിൽ വരെ ഇങ്ങനെ ചക്ക ഉണ്ടായി നിൽപ്പുണ്ട്. അടിപൊളിയല്ലേ. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും പമ്പാ നദിയിൽ വെള്ളമുണ്ടെന്നുണ്ടെങ്കിലും അവിടെ വെള്ളം കുറവാണ്. കുട്ടികളൊക്കെ അവിടെ നോക്കി അങ്ങ് ദൂരെ അവിടെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ നദിയുടെ നടുക്ക് വരെ പോയി നിൽക്കുന്നുണ്ടല്ലേ. അതായത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും വെള്ളം കുറവാണ്. ഇത് ശരിക്കും ഈ ആറന്മുള വള്ളങ്ങളിൽ നടക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഫിനിഷിങ് ഏരിയ ആണ്, ഫിനിഷിംഗ് പോയിന്റ് ആണിത്. എന്താണ് മിസ്റ്റർ അനുഷ് ഭട്ട്? നമുക്ക് എന്താണ് വൈറലാക്കേണ്ടത്? റീല് വൈറലാക്കണോ? ഓക്കെ, വെരി ഗുഡ്. നോക്കൂ, അതാരാണ് ഇരിക്കുന്നത് നോക്കൂ. നമ്മുടെ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥി ആണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ രാത്രി സമയമായി. നമ്മൾ നാളെ രാവിലത്തേക്ക് വേണ്ടിയുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അതായത് ബേസിക്കലി സാർ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഒരേ സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. സാർ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. സോ ശരിക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കത്തില്ല, നമ്മൾ ഇവിടെ തന്നെയാണ്. ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കോഴഞ്ചേരി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. സോ രാവിലെ 7 മണിക്കാണ് ഷൂട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് സെറ്റാക്കി നമ്മൾ പോയി കിടന്നുറങ്ങും. അദ്ദേഹം ഇന്നത്തെ പ്രചരണം എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ 9 മണി 9:30 വന്നു ഭക്ഷണം കഴിച്ച് നീ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നമ്മുടെ ഷൂട്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങും. ഈ എല്ലാ സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ രാത്രി വരെ അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഈ പറഞ്ഞ പോലെ റിസൾട്ട് അവരുണ്ടാക്കുന്നത്. ജയവും തോൽവിയും എല്ലാം അവരുടെ ഭാഗമാണ്. സോ ഇതൊക്കെയാണ് സംഭവം. മാതൃഭൂമിയുടെ മൈക്ക് എൻ്റെ കൈ കിട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ള ആറന്മുള അമ്പലത്തിന് മുമ്പിലാണ്. ഇവരുടെ ഒരു പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്നെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. മാതൃഭൂമി ഞങ്ങളുടെ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ കോഴഞ്ചേരി പാലമാണ് ഈ കാണുന്നത്. കോഴഞ്ചേരി പാലം പണി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ കോഴഞ്ചേരി പാലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ മാതൃഭൂമിയുടെ ഒരു പരിപാടിയായിരുന്നു ഇവിടെ. മാതൃഭൂമി നിങ്ങളുടെ ഷോയിന്റെ പേര് എൻ്റെ ജില്ല അല്ലേ? എൻ്റെ ജില്ല എൻ്റെ വോട്ടിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയുടെ 5 മണ്ഡലങ്ങളിലൂടെ സുജിത് ഭക്തൻ യാത്ര ചെയ്തു. ഞാൻ പോലും പോകാത്ത പത്തനംതിട്ടയുടെ ഭാഗങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. നിങ്ങളുടെ മാതൃഭൂമിയുടെ ഷൂട്ട് കഴിഞ്ഞു. നിങ്ങൾ എന്തായിരുന്നു പരിപാടി? നിന്റെ മുടി വെട്ടും പരിപാടി എല്ലാം കഴിഞ്ഞു? രാവിലെ 6 മണിക്ക് പോയതാ, എന്നിട്ട് 1 മണിക്ക് തിരിച്ചു വന്നിട്ട് മുടി വെട്ടിയില്ലെന്ന്. നീ പിന്നെ എന്തോ ചെയ്യുമായിരുന്നു അവിടെ? എന്റെ മുടി ടച്ചപ്പ് ചെയ്യാൻ ഫുള്ള് ഷെയർ ബ്യൂട്ടി പാർലറിനകത്തായിരുന്നു. നമ്മൾ ഇനി ഇവിടെ നിന്ന് തൃത്താലയ്ക്ക് പോവാണ്. തിരുവല്ല ടു തൃത്താല 200 കിലോമീറ്ററിന് 6 മണിക്കൂർ 11 മിനിറ്റാ കാണിക്കുന്നത്. എന്തല്ലേ കേരള റോക്സ്
നമുക്ക് ഭയങ്കര കണക്ടിവിറ്റി ആണല്ലോ, ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമല്ലോ. കിലോമീറ്റർ 4 മണിക്കൂർ 8 മിനിറ്റ്. അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, ഈ ഭാഗത്തുള്ള MC റോഡിന്റെ സമീപത്തുള്ള MLA-മാരൊക്കെ ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു ബൈപ്പാസ് പണിയാണ്, അതിലൊരു ഓവർ ബ്രിഡ്ജ് പണിയാണ്, എന്നാലും ഈ MC റോഡ് കൊണ്ട് ഗുണമുള്ളൂ. അതേപോലെ തന്നെ കേരളത്തിലെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാർ ഈ MC റോഡൊക്കെ 4 വരെയോ 6 വരെയോ ഒക്കെ ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതം മൊത്തം എന്ന് പറഞ്ഞ് കിട്ടിക്കൊണ്ട് നടക്കാം. ഇവിടെ ഹൈവേയുടെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്, ശരിയാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആളുകൾക്കും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ബ്ലോക്കൊക്കെ ഒഴിവാതുണ്ടല്ലേ. 120 കിലോമീറ്റർ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്ത് വികസനമാണ്, എന്ത് വികസനമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക്. 120 കിലോമീറ്റർ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ 120 കിലോമീറ്റർ ഒക്കെ 1 മണിക്കൂർ പോലും വേണ്ട പോകാൻ. നമുക്ക് 4 മണിക്കൂർ വേണം കേസ്. ഞങ്ങൾ അങ്ങനെ ഓടി അങ്കമാലി എത്തി. അങ്കമാലി എത്തിയപ്പോഴത്തേക്കിന് ഇനിയും നോക്കി, ഇനി കാണിക്കുന്നത് കണ്ടോ, എത്ര 91 കിലോമീറ്ററിന് 3 മണിക്കൂറാണ് കാണിക്കുന്നത്. അയ്യോ വെറുത്തു കേസ്, വെറുത്തെന്ന് പറഞ്ഞാൽ വെറുത്തു. നമ്മൾ പണ്ട് കൊരട്ടി ബ്ലോക്കിനെ പറ്റി നമ്മളും മാധ്യമങ്ങളും എല്ലാവരും വാർത്ത ചെയ്താണ്. നമുക്കിവിടെ കേന്ദ്രത്തിൽ നിന്ന് MP ഉണ്ട്, പിന്നെ MLA-മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പണി ഫാസ്റ്റ് ആയിട്ടില്ല ഗായ്സ്, ഇത് തീർന്നിട്ടില്ല ഗായ്സ്, ബ്ലോക്കാണ് ഗായ്സ്. നമ്മളങ്ങനെ എവിടെ എത്തി? തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, തിരുവല്ലയിൽ നിന്ന് ഇവിടെ വരെ വരാനായിട്ട് 5 മണിക്കൂർ എടുത്തു കേട്ടോ. 2 മണിക്ക് വിട്ടാണ്. 3, 4, 5, 6, 7 മണിക്കൂർ, അതായത് 7 മണിയായി, 5 മണിക്കൂർ. ഇത് ഞാൻ ട്രെയിനിൽ കയറി വരണമെങ്കിലും 5 മണിക്കൂർ എടുക്കും. അതായത് വന്ദേ ഭാരത് മാറ്റി നിർത്തുകയും വേറെ ഏത് ട്രെയിനിൽ കയറി വരണമെങ്കിലും 5 മണിക്കൂർ എടുക്കും. ട്രെയിനും റോഡും എല്ലാം ഇത് തന്നെ കണക്കാണ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മാറുമ്പോൾ തൃശ്ശൂരിന് മാറ്റേകാൻ പത്മജ, തൊട്ടപ്പുറത്ത് സാംസ്കാരിക നായകൻ സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ, പിന്നെ UDF-ന്റെ എല്ലാവരുടെയും ഉണ്ട്. UDF ആരാ? രാജൻ ജെ പല്ലൻ. ഞങ്ങൾ പെരുമ്പിലാവ് അടുത്തെത്തി. സമയം രാത്രി 9 മണിയായി കേസ്. പെരുമ്പിലാവ് എത്തി. അമ്മ ലെറ്ററേ വിശന്ന്. അപ്പം 200 കിലോമീറ്റർ കേരളത്തിലൂടെ യാത്ര ചെയ്താൽ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, ലഞ്ചും കഴിക്കാം, ഡിന്നറും കഴിക്കാം. അതാണ് അവസ്ഥ. ഞങ്ങളൊരു മസാല ദോശ ഓർഡർ ചെയ്താൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ പോലെ റെഡ് ബീട്രൂട്ട് മസാല, റെഡ് മസാല. നോക്കി, നീ എന്തിനാണ് എൻ്റെ മസാല ദോശ എടുക്കുന്നത്? നിനക്ക് നിൻ്റെ ദോശ കഴിച്ചാൽ പോരെ? നിനക്ക് വേണം മസാല ദോശ പറയണ്ടേ? നെയ് റോസ്റ്റ് പറഞ്ഞിട്ട് എന്നാലും എൻ്റെ മസാല ദോശ എടുക്കാൻ പാടില്ല. നമ്മളങ്ങനെ തൃത്താല മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് തൃത്താലയിലെ. നമ്മുടെ എവിടെ പോകുന്നത് ശ്വേത? വീട്ടിൽ ബലറാമിന്റെ വീട്ടിലാണോ അതോ എവിടെ ഷൂട്ട് പറഞ്ഞേക്കുന്നത്? അവരുടെ വീടിന്റെ അടുത്തായിട്ടാണോ? വീടിനടുത്തുള്ള സ്ഥലത്താണ്. ശ്വേതയാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ശ്വേത. എല്ലാ പരിപാടികളും സെറ്റാണ്. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു നാടാണ് തൃത്താല. അതിരിക്കുന്നത് നോക്കൂ. തൃത്താല ഹാപ്പിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ MP രാജേഷ്, തൊട്ടപ്പുറത്ത് ബലറാമാണ് ബെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ VT ബലറാം. ഈ രണ്ട്, അതായത് MP രാജേഷ് ആയിട്ടുള്ള പോഡ്കാസ്റ്റും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിനു മുമ്പ്, അതായത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് VT ബലറാമിനെയും കൂടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. നന്മയുടെ തിരിച്ചുവരവ്, നാടിൻ്റെ വീണ്ടെടുപ്പ്, ബലറാമാണ് ബെസ്റ്റ്. നമ്മളിപ്പോൾ VT ബലറാമിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ നിറച്ച് നമ്മുടെ MP രാജേഷിന്റെ ഫ്ലെക്സ് ആണ്. അപ്പുറത്ത് VT ബലറാമും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എവിടെ വീട്? എവിടാ? അല്ല, അദ്ദേഹത്തിന്റെ വീട് ഇവിടെയാണോ? നമ്മൾ വീഡിയോ ഷൂട്ടിന് പോകുന്ന വീടാണെന്ന് തോന്നുന്നല്ലേ? ശരി, എവിടെ നോക്കിയാലും ഫ്ലെക്സ് ആണ് ഇവിടെ എല്ലായിടത്തും. ശരിക്കും ഉണ്ടല്ലോ, ഇവർ രണ്ടും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ്. VT ബലറാമും നമ്മുടെ MP രാജേഷും. ഇവർ രണ്ടുപേരും 2 മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് വരേണ്ട ആൾക്കാരാണ്. കാരണം അത്രയും കഴിവുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ഇവിടെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാനിവിടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ വേണ്ടി ഞാനിവിടെ ഹലോ അത് വെച്ച് കളിക്കരുത്. അവിടെ പോയി ഹലോ മിസ്റ്റർ. ഇല്ല, നിങ്ങൾ കൃഷ്ണനല്ല, എൻ്റെ കൃഷ്ണൻ ഗുരുവായൂരുണ്ട്. നിങ്ങൾ വെറുതെ കൃഷ്ണനെ നാണം കെടുത്തരുത് കേട്ടോ. നമ്മളിവിടെ എല്ലാം സെറ്റ് റെഡിയാക്കി, വെയിറ്റിംഗ് ഫോർ VT ബലറാം. ഈസ് ഓൺ ദ വേ. നമ്മൾ എത്ര മണിന്ന് അറിയാം? രാത്രി 11 മണി. നമുക്ക് രാത്രി 11 മണിക്കാണ് നമ്മൾ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ സമയം എന്ന് പറയുന്നത് അതാണ്. കാരണം ഇവരൊക്കെ സമയം ഈ പറഞ്ഞാൽ പകലും മൊത്തം, നമ്മൾ പകൽ മൊത്തം വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ വന്നു. ഇവരൊക്കെ പകൽ മൊത്തം വോട്ട് അഭ്യർത്ഥിച്ച് അവിടെ ഇവിടെ ഈ പറഞ്ഞ പോലെ കറങ്ങി നടന്ന്
രാത്രിയിൽ ഒന്ന് ഉറങ്ങേണ്ട സമയത്ത് പോഡ്കാസ്റ്റ് പരിപാടികൾ, രാവിലെ എണീറ്റ് പോഡ്കാസ്റ്റ്, ഇന്റർവ്യൂ, പത്രങ്ങളും ടി വിക്കാരും യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ പലരും ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് അവരുടെയും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതെയാ, ഞാന് വെറുതെ ഒരു മുണ്ട് കളയണ്ട വിചാരിച്ചിട്ട് അതൊക്കെ വേണ്ടിട്ട് ഇവിടെ ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഗൈസ്. സമയത്ത് നമ്മള് കോട്ടക്കില് സ്ഥാപനം ഒരു ചുറ്റാൻ നമസ്കാരം. ഫാക്ട് ഭക്തൻ പോഡ്കാസ്റ്റിന്റെ വലിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ, ഒരു കടുത്ത മത്സരമാണെന്നാണ് പൊതുവെ കേരളം മുഴുവൻ. താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള MP രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഇപ്പൊ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയാണ്. എന്തായാലും നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടാകും. ഒന്നാമത് യുവ സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ നിന്ന് ഞാൻ തന്നെ മാറിയിട്ടുണ്ട്. എന്നേക്കാൾ 4 വയസ്സ് അദ്ദേഹത്തിന് കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 200 കിലോമീറ്റർ ആണ് തിരുവല്ലയിൽ നിന്ന് തൃത്താല വരെ പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങുന്നതാണ്. 7 മണിക്കൂർ യാത്ര ചെയ്ത്. അതെ, തീർച്ചയായിട്ടും കേരളത്തിലെ റോഡ് ഡെവലപ്മെന്റ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ, അതുകൂടി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഇലക്ഷൻ. കഴിഞ്ഞ ലക്ഷം വീണ്ടും വെറുതെ പോലെ. ഞാൻ ആക്ച്വലി MP രാജേഷ് ആയിട്ട് പോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ്. നിങ്ങൾ രണ്ടുപേരും 2 മണ്ഡലത്തിൽ നിന്ന് രണ്ടുപേരും നിയമസഭയിൽ വരാനുള്ള ആൾക്കാരാണ്. നിങ്ങളിങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കരുത്. ഇവിടെ വന്ന് അല്ല, ഞാൻ പറഞ്ഞു രണ്ടുപേരും സ്ഥലത്താണ് ചെയ്തത്. അല്ല, ഒരു 4-5 മാസം മുമ്പാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മൾ കോട്ടയം AC ഡീലക്സോ ഏതൊരു സാധനം, KSRTC ബസ്സുകളുടെ ചാകരയാ ഈ വഴി. ഞങ്ങളിപ്പോ പെരിന്തമണ്ണ എത്തി. രാത്രി ഈ റൂട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലുണ്ടായിരുന്ന കുറേ KSRTC ബസ്സുകളുണ്ട്, ഡീലക്സും AC അങ്ങനെ ഒരു സംഭവമൊക്കെ. എന്തായാലും VT ബലറാമായിട്ടുള്ള പോഡ്കാസ്റ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു പോഡ്കാസ്റ്റാണ്. ആദ്യത്തെ 1/2 മണിക്കൂർ ഭയങ്കര ഫണ്ണായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പതുക്കെ ഞങ്ങൾ കുറച്ച് എന്താ പറയാ സീരിയസ് ടോപ്പിക്കുകളിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ എന്നാലും ഓവറോൾ ഇറ്റ് വാസ് ഫൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻജോയ് ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓരോ ആളുകളായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. എന്തായാലും ഇനിയിപ്പോ നമ്മൾ പോകുന്നു വണ്ടൂരിലേക്ക്. നമ്മൾ ഇനി പോഡ്കാസ്റ്റ് എടുക്കാൻ പോകുന്നത് ഈ ആളുമായിട്ടാണ്. AP അനിൽകുമാർ. വണ്ടൂരില് കഴിഞ്ഞ എനിക്കൊരു 10-20 വർഷമായിട്ട് അദ്ദേഹമാണ് ഇവിടുത്തെ MLA, മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ആ AP അനിൽകുമാറുമായിട്ടാണ് നമ്മൾ ഇനി പോഡ്കാസ്റ്റ് എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ള വണ്ടൂരിൽ നിന്നും നമ്മൾ രാവിലെ പോകുന്നു AP അനിൽകുമാറിന്റെ സ്ഥലത്തേക്ക്. തൃശ്ശൂർ മൈസൂർ സൂപ്പർ ഫാസ്റ്റ്. നമസ്കാരം. ഞാൻ ഇന്നലെ വെളുപ്പിനെത്തി. അതിൻ്റെതായ ക്ഷീണം കാണും. കാണുന്നില്ല. കുറച്ച് ദിവസമായിട്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ എത്ര ക്ഷീണം ഉണ്ടാകും? ഞങ്ങളിതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസമായി കാണില്ലേ? അതെ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഇത്തവണ എന്തായിരിക്കും ഇത്തവണ മാറ്റം വരുമോ? സ്വാഭാവികമായിട്ട് ജനങ്ങൾ അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ മലപ്പുറത്താണ് ജനിച്ചത്. ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ഒരു ഏറ്റവും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ്, ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. ഒന്നായി മണ്ഡലം UDFന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണ്ഡലം. അപ്പോൾ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് സാധനങ്ങളൊക്കെ വണ്ടിക്കകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ വിഷമത്തിലാണ്. ഋഷി ഇപ്പോൾ നമ്മളെ മിണ്ടുന്ന പോലും ഇല്ല. ഫോൺ വിളിച്ചാൽ മിണ്ടുന്ന പോലും ഇല്ല. പിണക്കമാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയോ? ആണോ? നിങ്ങൾക്ക് കേൾക്കണോ ഗൈസ്? എന്തെറ്റി? അമ്മ ഇനി പിണങ്ങിയിരിക്കത്തില്ല. അച്ചോടാ പാവം. ഇവിടെ മുമ്പിൽ പോകുന്നൊരു വണ്ടി കണ്ടോ? പെരിന്തൽമണ്ണ ഗൂഡല്ലൂര് ഇതാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണ്. കുറെ വണ്ടികൾ ഇങ്ങനെ KSRTC ബസ്സുകൾ ഇഷ്ടം പോലെ പോകുന്ന റൂട്ടാണ്. അപ്പൊ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നു. നമ്മുടെ ഷൂട്ടും പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സൃഷ്ടി അവിടെ ബഹളമല്ല, ഞങ്ങളോട് മൈൻഡില്ല ഗൈസ്. ഞങ്ങൾ പിണങ്ങിയിരിക്കുക, മൈൻഡില്ല. അവര് പോലീസ് കാർ വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയുന്നതായിരുന്നു. ടോയ് ഷോപ്പ് നോക്കട്ടെ ഞാൻ എവിടെയാ കിട്ടുന്നതെന്നുള്ളത്. പോകുന്ന വഴിക്ക് ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടിട്ട് നിർത്തിയതാണ്. എനിക്ക് ഉപ്പിലിട്ട സാധനം എടുക്കാൻ വേണ്ടി അച്ചാറും ഉപ്പിലിട്ട സംഭവങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് എന്തോരം ഐറ്റമാണ്. ഇതൊക്കെ മലബാറിന്റെ പ്രത്യേകതകളാണ്. മലബാറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ചേട്ടാ നല്ല ഉപ്പ് പിടിച്ചൊരു മാങ്ങ വരുമോ? അയ്യോ, അതിപ്പോ ഏതാ ഉപ്പ് പിടിച്ച മാങ്ങ? ഇതാണോ?
ഇതൊക്കെ ഏതാ വെള്ളം വെച്ചെടുത്തതൊക്കെ റെഡിയാ. നല്ല പുളിയുള്ള മാങ്ങ ഇടിക്ക്. പുളിയില്ലേ? അങ്ങനെ ഞങ്ങളുടെ എത്ര ദിവസമായി നമ്മൾ ഇറങ്ങിയിട്ട്? മൂന്ന് നൈറ്റ്, 2 ദിവസമാണെന്ന് പറഞ്ഞിട്ട് പോയതാ. 3 നൈറ്റ് ഇന്ന് 4ാം നൈറ്റാണ് ഞങ്ങൾ തിരിച്ചെത്തുന്നത്. എന്തായാലും കുറേ ഷൂട്ടൊക്കെ കഴിഞ്ഞു. എന്തായാലും അടിപൊളിയായിരുന്നു. വി ആർ ബാക്ക്. ആൻഡ് ഋഷിക്കുട്ടിന് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് കാറ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാറും വാങ്ങിച്ചിട്ടുണ്ട്. അവൻ്റെ പോലീസ് കാർ വേണമെന്നാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോലീസ് കാർ കിട്ടിയില്ല. പക്ഷേ വേറൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നോക്കാം. ഫിഷ് വാങ്ങിച്ചില്ലല്ലോ, ഫിഷ് വാങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഫിഷ് വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നോക്കട്ടെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഇവിടെ അമ്മൂമ്മേനെ കളിപ്പിച്ചോണ്ടിരിക്കുവാണോ അതോ അമ്മൂമ്മ അവനെ കളിപ്പിച്ചോണ്ടിരിക്കുവാണോ? മൊബൈലിൽ കളിയാണോ? പിന്നെന്തിനാ മൊബൈലിൽ കൊണ്ട് നടക്കുന്നത്? ഫോട്ടോ എടുക്കുവാണോ? ആണോ? കാറ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. ആ 1 മണിക്കൂർ കൊണ്ട് അവൻ എണീറ്റു. വൈകിട്ടായോ ആണോ? അതിന്റെ അപ്പ വരാൻ വരുമെന്ന് പറഞ്ഞോണ്ട് പോലീസിന്റെ കാറാട്ടോ അത്. ആ നോക്കേ